ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞത് ഒരു സോഫ്റ്റ് ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. ഇതിന് വേണ്ടി നമുക്കിതിലേക്ക് ചോറോ അതുപോലെ തന്നെ തേങ്ങയോ ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. പച്ചരിയും ഉഴുന്നുപരിപ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1.5 കപ്പ് പച്ചരിയും അതുപോലെ തന്നെ 1/2 കപ്പ് ഉഴുന്നും പിന്നെ ഇതാ 1 ടീസ്പൂൺ ഉലുവയും കൂടിയും വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഞാനിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനൊരു അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ പകുതി അരി ഞാനിതാ ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പകുതി അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ അരി കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് പോരട്ടെ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ കൂടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കുറേശ്ശായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് ഒന്ന് അരി അരച്ചത് ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിനാണ് ഞാൻ അരി അരച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ ട്രിപ്പും ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മൾ രാത്രി തന്നെ ഒന്ന് ഇതിലേക്ക് ചേർക്കട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇനിയിപ്പോൾ അത് ഞാനിതാ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ കൈ വെച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും ചെയ്യും, നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് ഞാനൊരു 5 മിനിറ്റോളം തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ രാത്രിയിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. രാവിലെയാണ് നമ്മൾ ഇഡ്ഡലി റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാ രാവിലെ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് ഡബിളായിട്ട് നമ്മുടെ ഈ ഒരു ഇഡ്ഡലി മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് നമ്മുടെ ഇഡ്ഡലി മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഡലിന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പം ഞാനിതാ ഇതുപോലെ എന്താ പറയുക ഇഡലിൻ്റെ ആ ഒരു ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് അത് എല്ലായിടത്തും ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിതാ ഇഡലി ചെമ്പിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാ കുഴിയിലേക്കും നമുക്ക് ഇഡലി മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു മീഡിയം സൈസുള്ള കയ്യിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കയ്യിൽ 3/4 ഭാഗത്തോളം മാവ് എനിക്ക് ഈ ഓരോരോ കുഴിയിലേക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ഇഡലിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഇഡലി തട്ട് രണ്ടും ഒന്ന് പുറത്തെടുത്തിട്ട് ഇതുപോലെ കുത്തനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗം ഇഡലി ഇതിന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം വേണം നമുക്ക് ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട. നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് പിടിക്കാൻ ഉള്ളൊരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഓരോ ഇഡലിയും ഇതിൽ നിന്ന് ഒന്ന് അടർത്തി മാറ്റാം. ഇപ്പോൾ ഇതാ വേഗത്തിൽ നമുക്ക് ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ എന്താ പറയുക കൈ വെച്ചിട്ട് തന്നെ ചൂടാറുകയാണെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഇഡലി ഒന്ന് ഇതിന് വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇഡലിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള നമ്മുടെ ഒരു ഇഡലി അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബൈ.